ഏലൂരിലെ മത്സ്യ കർഷകരുടെ പ്രതിഷേധത്തിന്റെ വാർത്തയിലേക്കും ദൃശ്യങ്ങളിലേക്കുമാണ്. പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പരം പഴിചാരി സർക്കാർ വകുപ്പുകൾ. മുന്നറിയിപ്പ് നൽകുന്നതിൽ ജലവിഭവ വകുപ്പിന് വീഴ്ചയെന്ന് മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു. അലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്ഥാപനം പുഴയിലേക്ക് രാസമാലിന്യം ഒഴുക്കിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിഷേധവുമായി മത്സ്യ കർഷകരും രാഷ്ട്രീയ പാർട്ടികളും രംഗത്തുണ്ട്. ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിന്നിരുന്നു. പെരിയാറിൽ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ കൊണ്ടിട്ടുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് മത്സ്യ കർഷകർ കടന്നിരിക്കുകയാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒപ്പം തന്നെ ശ്യാംകുമാർ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇപ്പോൾ ഈ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധക്കാർ കൊണ്ടുവന്ന ഇന്നലെ പെരിയാറിൽ ചത്ത് ചീഞ്ഞ മീനുകൾ കൊണ്ടുവന്ന് ചാക്കിൽ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ പ്രതിഷേധക്കാർ ഉൾപ്പെടെ ഇവിടെയുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ മീനെ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിക്കേണ്ടി വന്നത്? ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള അവകാശം, അതായത് പ്രസിഡന്റ് മാത്രമല്ല സംസാരിക്കേണ്ടത്, ഇവിടുത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, അതിനോടനുബന്ധിച്ചുള്ള കമ്മിറ്റികൾ, ആരോഗ്യ കമ്മിറ്റി, അത്രയുള്ള ചെയർമാൻ, അങ്ങനെ ഭരണ സംവിധാനം പോലെ നിയമസഭ കൂടുന്ന പോലെ ഞങ്ങൾക്കുമുണ്ട് ഒരു ലോക്കൽ ബോഡി സംവിധാനം. ആ ലോക്കൽ ബോഡിയിലെ പ്രധാനപ്പെട്ട ആൾക്കാർക്ക് സംസാരിക്കാൻ അവകാശമില്ലെങ്കിൽ ഈ ചർച്ചയുമായി എന്താണ് നമുക്ക് നേട്ടം ഉണ്ടാകുന്നത്? ഈ മീൻ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിക്കുന്നത് എങ്ങനെയാണ്? അത് പ്രതിഷേധിക്കും. ഇനി നമ്മള് അദ്ദേഹത്തിന്റെ വീടിന്റെ മുറ്റത്ത് നമ്മൾ നിസാനിൽ ഒരു ലോഡ് വേണമെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ അദ്ദേഹം താമസിക്കുന്ന ആ വീടിന്റെ മുറ്റത്ത് നമ്മൾ കൊണ്ടുവയ്ക്കും. അദ്ദേഹത്തിന്റെ കുടുംബവും ഒക്കെ ഡിപ്പാർട്ട്മെന്റും ഇത് ഭക്ഷിക്കട്ടെ. കാരണം ഇത് നിസ്സാരമായിട്ടല്ല, ഇത് വൻ ദുരന്തമാണ്. 26 ലക്ഷം രൂപ, 15 ലക്ഷം രൂപയുള്ള യുവ സംരംഭകരുടെ കർഷക ഇടങ്ങൾ തന്നെ നഷ്ടപ്പെട്ടു. കാരണം പെരിയാർ പുഴയിൽ ഇനി ഒരു ചെറുമീൻ പോലുമില്ല. അതേപോലത്തെ അവസ്ഥയാണ്. അതായത് സാധാരണ ചേരാനല്ലൂരിലും വരാപ്പുഴയുടെ ചില മേഖലയിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ജലവുമായി കൂടുതൽ മീൻ കൊണ്ടുവന്നിട്ട് പ്രതിഷേധിക്കുകയാണ്. ഈ മീൻ പെരിയാറിൽ ചത്ത് ചീഞ്ഞ മീൻ കൂടുതൽ കൊണ്ടുവന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിന് മുന്നിലേക്ക് ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. വാഹനങ്ങളിൽ പല ഭാഗത്തു നിന്നും ശേഖരിക്കുന്ന മീനാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിന് മുന്നിൽ കൊണ്ടുവന്നിട്ടുകൊണ്ട് നാട്ടുകാരും സമരസമിതി പ്രവർത്തകരും ഒക്കെ പ്രതിഷേധിക്കുന്നത്. പ്രതിഷേധം അങ്ങനെ വലിയ രീതിയിൽ കൈവിട്ടു പോവുകയാണ്. രാവിലെ ചർച്ച മാത്രമായിരുന്ന പ്രതിഷേധമാണ് ഇപ്പോൾ ഏറ്റവും രൂക്ഷമായ രീതിയിൽ പോകുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ എറണാകുളം ജില്ലയുടെ ചുമതലയുള്ള ചീഫ് എഞ്ചിനീയർ ബാബുരാജ് അല്പസമയം മുമ്പ് വന്ന വാഹനം തടഞ്ഞുകൊണ്ടാണ് ഈ ചീഞ്ഞ മീനിടാനായി ശ്രമം നടന്നത്. അതിനുശേഷം പോലീസ് ബാബുരാജിനെ മറ്റൊരു വഴിയിൽ കൂടി കടത്തിവിട്ടു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കൂടുതൽ മീനുമായി പ്രവർത്തകർ എത്തുന്നത്. പല ഭാഗത്തുനിന്നും ചത്തു ചീഞ്ഞ മീനുകൾ ഇവിടെ എത്തിക്കുകയും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അകത്തേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. പോലീസിന്റെ മേളിൽ കൂടി ചീഞ്ഞ മീനുകളാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിനുള്ളിലേക്ക് എടുത്ത് എറിയുന്നത്. അത്തരത്തിൽ പ്രതിഷേധം വലിയ രീതിയിൽ രൂക്ഷമാവുകയാണ്. കാരണം പെരിയാറിൽ ഇന്നലെ നടന്നത് മീനുകളുടെ ഒരു കൂട്ടക്കുരുതിയാണ്. ആ കൂട്ടക്കുരുതിക്ക് ഉത്തരവാദി ആര് എന്നുള്ളതിന് ഒരു ചോദ്യമാണ് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും ഒക്കെ ഉന്നയിക്കുന്നത്. പക്ഷേ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രതിഷേധം ചിതറിക്കൊണ്ടാണ് ആളുകളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. പല ഭാഗത്തു നിന്നും പെരിയാറിൽ ചത്തു ചെയ്യുന്ന മീനുകൾ ബക്കറ്റിലാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് എറിയുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥരുടെ ദേഹത്തടക്കം ഈ ചീഞ്ഞ മീൻ വീഴുന്നുണ്ട്. അവരെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മീനാണ് ഈ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചീഞ്ഞ മീൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിനകത്തേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ബക്കറ്റിൽ കൊണ്ടുവന്നാണ് എറിയുന്നത്. വ്യത്യസ്തമായൊരു പ്രതിഷേധമാണ്. പക്ഷേ ജനങ്ങളുടെ രോഷമാണ് ഈ ചീഞ്ഞ മീനെടുത്ത് എറിയുന്നതിലൂടെ കാണുന്നത്. ബക്കറ്റിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിന് മുന്നിൽ കൊണ്ടുവച്ച് ആ ചീഞ്ഞ മീനുകൾ എടുത്തെറിയുകയാണ്. പോലീസുകാരെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ പ്രതിഷേധക്കാർ മീൻ അങ്ങനെ കൊണ്ടുവന്ന് നേരത്തെ കൂട്ടിയിട്ടുവെങ്കിൽ ഇപ്പോൾ അത് ഓഫീസിനകത്തേക്ക് എറിഞ്ഞാണ് പ്രതിഷേധിക്കുന്നത്. അത്തരത്തിൽ രോഷം നുരഞ്ഞു പതയുകയാണ് പ്രതിഷേധത്തിന്റെ ഭാഗമായി. കാരണം പെരിയാറിന്റെ വലിയൊരു ഭാഗത്ത് ഈ മത്സ്യബന്ധനത്തെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന നിരവധി കുടുംബങ്ങളെ കണ്ണീരിലാക്കിക്കൊണ്ടാണ് ഇന്നലെ മത്സ്യങ്ങളുടെ കൂട്ടക്കുരുതി ഉണ്ടായത്. ഓരോരുത്തർക്കും ഉണ്ടായത് ലക്ഷങ്ങളുടെ നഷ്ടമാണ്. പക്ഷേ ആ നഷ്ടമുണ്ടായി 24 മണിക്കൂർ കഴിയുമ്പോഴും എന്താണ് ഈ പ്രശ്നത്തിന്റെ കാരണമെന്ന് പോലും പറയാനായിട്ട് മലിനീകരണ നിയന്ത്രണ ബോർഡിനോ ഉദ്യോഗസ്ഥർക്കോ സാധിക്കുന്നില്ല. അതാണ് ആ പ്രതിഷേധത്തിന്റെ ഏറ്റവും തീവ്രമായ രൂപത്തിലേക്ക് കൊണ്ടുപോയത്. രാവിലെ പ്രതിഷേധത്തിന്റെ ഏറ്റവും തീവ്രമായ രൂപം തന്നെയാണ് ഇപ്പോൾ നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പെരിയാറിലെ മീൻ കുരുതിയുടെ യഥാർത്ഥ കാരണക്കാർക്കെതിരെ നടപടി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏരൂരിൽ മത്സ്യ തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും ഒക്കെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്യാംകുമാർ, വിനീത, വിജി എന്നിവർ സംഭവ സ്ഥലത്ത് ഞങ്ങൾ തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പോലീസുമായുള്ള ഉന്തും തള്ളിലേക്കും കൂടി കാര്യങ്ങൾ കടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ കാണുന്നുണ്ട്. ഏതായാലും പ്രശ്ന പരിഹാരത്തിന് വഴി തെളിയാതെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്ന സൂചനയാണ് പ്രതിഷേധക്കാർ നൽകുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരികെ. ശരി, നമുക്ക് വീണ്ടും ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇടവേളയ്ക്ക് മുൻപ് ഏലൂരിലെ വൻ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ശ്യാംകുമാറുണ്ട്. ശ്യാം, പറയൂ.
ശ്യാം, ഇപ്പോഴവിടെ എന്താണ് സംഭവിക്കുന്നത്? ശരി, ഏലൂരിലെ വൻ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ അവിടെ പെരിയാറിൽ ചത്തുപൊങ്ങിയ മീൻ അവിടെ കൊണ്ടിട്ടുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ജനപ്രതിനിധികൾ അവിടെ ചർച്ചയ്ക്ക് വേണ്ടി എത്തിയിരുന്നു. പക്ഷേ അവിടെ ചർച്ച പോലും അസാധ്യമാകുന്ന തരത്തിലേക്ക് പ്രതിഷേധം കനപ്പെട്ടിരിക്കുന്നു. ഏതായാലും പ്രശ്നത്തിന് പരിഹാരം കാണാതെ നടന്നിട്ടില്ല എന്ന ജനപ്രതിനിധികൾ തള്ളും പോലീസുമായി ഇപ്പോൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാൻ ശ്യാംകുമാർ അല്പസമയത്തിനകം കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും. പെരിയാറിൽ ചത്തുപൊങ്ങിയ മീനുകളെ എടുത്തെറിഞ്ഞുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധിക്കുകയാണ്, ജനപ്രതിനിധികൾ പ്രതിഷേധിക്കുകയാണ്. വിനീത VG ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ആ സ്ഥലത്തു നിന്നും വിവരങ്ങൾ നൽകാനുണ്ട്. വിനീത, ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രതിഷേധ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഒരു ഉന്തും തള്ളിലേക്കും ഉൾപ്പെടെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ശക്തമായ പ്രതിഷേധവുമായാണ് ഇപ്പോൾ നാട്ടുകാരും സംഘടനകളും ഒക്കെ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത്. അവർ ഈ ചത്ത മീന ഈ PCB ഓഫീസിനുള്ളിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടാണ് ആ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അത് അവർ നീതി പാലിക്കണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഘട്ടത്തിൽ പ്രതിഷേധക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ചർച്ചയ്ക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമായി മുന്നോട്ട് പോകാമായിരുന്നെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിയാണ്ട് ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോകുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായി. ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാൻ കഴിയുമ്പോൾ തന്നെ ഈ ചത്ത മീനുകൾ ഈ PCB ഓഫീസിനുള്ളിലേക്ക് പ്രതിഷേധത്തിന്റെ ഭാഗമായി അവർ വലിച്ചെറിയുന്നുണ്ട്. ഈ ഒപ്പം ഇതിനുള്ളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമം കൂടി നടക്കുകയാണ്. ഈ ഇപ്പോൾ പോലീസ് എത്തി അതിനെ തടയുകയാണ്. പെരിയാറിൽ ഏറ്റവും കൂടുതൽ മത്സ്യം നഷ്ടപ്പെട്ട ഞങ്ങൾ ചേരാനല്ലൊരു ഏരിയയിലാണ്. അതിൽ പ്രതിഷേധമായിട്ട് 3 ബക്കറ്റ് മീനാണ് കൊണ്ടുവരുന്നത്. ഇനിയും 3 ബോക്സ് മീൻ ഇരിക്കുകയാണ്. അത് പിടക്കുന്ന മീനാണ്. അതെ, ഇന്നലെ ചത്തുപൊങ്ങിയുള്ള മീനുകളാണ് ഇതിലുണ്ട്. അത് ചാകാതെ പിടിച്ച മീനുകളാണ് ഇപ്പൊ ഇവിടെ ചൊരിഞ്ഞേക്കണത്. ചാകാതെ ഇനി 3 ഫ്രിഡ്ജിലിരിക്കുകയാണ്. ശ്യാംകുമാർ കൂടുതൽ വിവരങ്ങളുമായുണ്ട്. ശ്യാം, ഇപ്പോൾ ഈ പെരിയാറിൽ ചത്തുപൊങ്ങിയ മീനുകൾ ഗേറ്റിന് പുറത്തുനിന്ന് അകത്തേക്ക് ഇട്ടുകൊണ്ട് അവർ പ്രതിഷേധിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. ശ്യാം, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, വലിയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പ്രതിഷേധം ആദ്യഘട്ടത്തിലൊക്കെ കഴിഞ്ഞു പോയപ്പോൾ ചത്ത് ചീഞ്ഞ മണം വരുന്ന മീനുകൾ കൊണ്ടുവന്ന് അതെടുത്ത് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്ക് എറിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധിച്ചത്. പോലീസിന് പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരു പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും ആ പ്രതിഷേധക്കാരെ തടയുകയാണ്. ആ ബക്കറ്റ് വാങ്ങിയെടുക്കാനായിട്ടൊക്കെ പോലീസിന്റെ നേതൃത്വത്തിൽ ശ്രമം നടക്കുന്നുണ്ട്. ചീഞ്ഞ മീനുകൾ ഇപ്പോഴും കൂടുതലായി കൊണ്ടുവന്ന ഓഫീസിനുള്ളിലേക്ക് എറിയുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും വലിയൊരു പ്രതിഷേധം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉണ്ടാകുന്നു. ഇത്തരത്തിൽ തങ്ങൾ അനുഭവിച്ച ദുരിതം ഉദ്യോഗസ്ഥരും അനുഭവിക്കട്ടെ എന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ മീനുകളകത്തേക്ക് എറിഞ്ഞുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ പെരിയാറിന്റെ നദിയിലുണ്ടായ കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നിലവിൽ പ്രതിഷേധക്കാർ മീൻ എറിഞ്ഞ ശേഷം മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് വീണ്ടും ആ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ നിന്ന് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് വരെ മീൻ എറിയുകയായിരുന്നു. ഇനിയും കൂടുതൽ മീനുകൾ പല സ്ഥലത്തു നിന്നും ഇവിടെ കൊണ്ടുവന്ന ശേഷം അകത്തേക്ക് എറിയുമെന്നുള്ളതാണ് പ്രതിഷേധക്കാർ പറയുന്നത്. പല ഭാഗത്തു നിന്നും ഇങ്ങോട്ട് മീൻ എത്തിക്കുന്നുണ്ട് എന്നും അവർ അവകാശപ്പെടുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. 24 മണിക്കൂറായിട്ടും മത്സ്യക്കൂട്ടക്കുരുതിയുടെ കാരണം എന്തെന്ന് കണ്ടുപിടിക്കാൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കഴിഞ്ഞില്ല എങ്കിൽ തങ്ങൾ അനുഭവിച്ച ദുരിതം അവരും അനുഭവിക്കട്ടെ എന്നുള്ളതാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരോട് പ്രതിഷേധക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതിഷേധക്കാരെ ഇപ്പോൾ പോലീസ് തടയുന്നുണ്ട്. ആ മീനുകൾ അവിടെ കാണാം, ആ ദൃശ്യങ്ങളിൽ കാണാം. അവിടെ വലിച്ചെറിഞ്ഞ മീനുകൾ കിടക്കുന്നുണ്ട്.
ഇനിയും ഇത്തരം മീനുകൾ കൊണ്ടുവരും, ചീഞ്ഞ മീനുകൾ കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. പെരിയാർ നദി സംരക്ഷണ സമിതിയുണ്ട്, AAYF പ്രവർത്തകരുണ്ട്, പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികൾ എത്തിയിട്ടുണ്ട്, കോൺഗ്രസ് പ്രവർത്തകരുണ്ട്. അങ്ങനെ പ്രതിഷേധം പല രീതിയിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു വന്ന പ്രതിഷേധങ്ങളെല്ലാം ഒന്നു ചേർന്നുകൊണ്ടാണ് ഇപ്പോൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിന് മുന്നിൽ അതൊരു കൂട്ടായ പ്രതിഷേധമായി രൂപപ്പെട്ടിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉദ്യോഗസ്ഥർക്ക് നേരിടേണ്ടി വരുന്നു. ആ പ്രതിഷേധത്തിന്റെ ഒരു ഭാഗം പോലീസിനും അനുഭവിക്കേണ്ടി വരുന്നു. പക്ഷേ പോലീസിനോട് ഈ പ്രവർത്തകർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തങ്ങൾ നേരിട്ട് ഈ ദുരിതം പറയാനായിട്ട് എത്തുമ്പോൾ അത് കേൾക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് പെരിയാറിന്റെ സംരക്ഷണത്തിനായി ഇത്തരം ഒരു ഓഫീസർ പ്രത്യേക രീതിയിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ഏതായാലും പോലീസ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് അവരെ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെയാണ് മീൻ വലിച്ചെറിഞ്ഞുള്ള പ്രതിഷേധം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ പ്രതിഷേധം തന്നെയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും ഇങ്ങനെ മീൻ കൊണ്ടുവന്നെറിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ മറ്റൊരു രീതിയിലേക്ക് പോകും. ഏതായാലും പ്രതിഷേധം അതിൻ്റെതായ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആളുകളെ കൂടുതൽ കയറ്റണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. കാര്യങ്ങൾ ചോദിക്കുന്നത് അല്ല, ജനപ്രതിനിധികളാണല്ലോ സമൂഹത്തിലുള്ളവർ ചോദിക്കുന്നത്. ഇത്ര മാത്രം അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെച്ചവർക്ക് പരിഹാരം ആര് പറയും? നമ്മളിവിടെ എത്ര പ്രാവശ്യം ഇതിന്റെ പേര് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയെന്നറിയാമോ? പക്ഷെ നമ്മൾ അറ്റാക്ക് ചെയ്തല്ല, വിവരങ്ങൾ പറഞ്ഞു. ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പ്രവർത്തനം വെറുതെ ഒരു ശവക്കുഴി പോലെ ഇരിക്കുക. അവിടെ ഇരിക്കുന്നവർക്ക് അഭിപ്രായമില്ല, അവരിതിനൊരു ഡിസിഷൻ എടുക്കുന്നില്ല. 1ഉം 2ഉം ഘട്ടമല്ല, 9 പ്രാവശ്യമാണ് ഞങ്ങൾ ഇവിടെ കയറി ഇറങ്ങിയത്. ഏതായാലും ആ പ്രതിഷേധം അങ്ങനെ ജനപ്രതിനിധികൾ തന്നെയാണ് ഇവിടെ നിന്ന് പ്രതിഷേധിക്കുന്നതിൽ ഭൂരിഭാഗം ആളുകളും. പല സംഘടനകളിൽപ്പെട്ടവരുണ്ട്. ബക്കറ്റിൽ വീണ്ടും മീൻ എത്തിച്ചിട്ടുണ്ട്, അത് വീണ്ടും എറിയുമെന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. ഏതായാലും പോലീസ് ആ ബക്കറ്റിലുള്ള മീൻ എറിയാതിരിക്കാനായി പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നു. വീണ്ടും ബക്കറ്റിൽ മീൻ എത്തിച്ചിരിക്കുന്നു. ഇനിയും മീനെറിഞ്ഞ് പ്രതിഷേധിക്കുമെന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പെരിയാറിൽ കഴിഞ്ഞ 24 മണിക്കൂറിനകം ചത്തു ചീഞ്ഞ മീനുകളാണ് കൊണ്ടുവന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിന്റെ മുറ്റത്തേക്ക് ഇവർ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ കൊണ്ടുവന്ന ബക്കറ്റിലെ മീൻ എറിയാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പെരിയാറിലെ കൂട്ടക്കുരുതിക്ക് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മറുപടി പറയണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അതിരൂക്ഷമായി തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ നിൽക്കുകയാണ്. CIയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ആ പ്രവർത്തകരെ തടയുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകരെ ചർച്ചയ്ക്കായി അകത്തേക്ക് കയറ്റിവിടണമെന്നുള്ള ഒരു ആവശ്യം പോലീസ് അംഗീകരിച്ചിട്ടില്ല. ഏതായാലും പ്രതിഷേധത്തിന്റെ ഏറ്റവും പുതിയ രൂപമാണ് കണ്ടത്. പെരിയാറിൽ ചത്തമീനുകൾ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഉദ്യോഗസ്ഥരുടെ ഓഫീസിന് മുന്നിലേക്ക് എറിയുന്നു. അത് അവർ പറയുന്നത് ഉദ്യോഗസ്ഥരുടെ മുഖത്തേക്കാണ് എറിയുന്നത് എന്നുള്ളതാണ് ആ പ്രതിഷേധക്കാർ പറയുന്നത്. നേരത്തെ നമ്മളോട് സംസാരിച്ച ജനപ്രതിനിധി പറഞ്ഞത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 9 തവണയാണ് ഈ ഓഫീസിൽ വന്നത്. പക്ഷേ ഒരു തവണ പോലും ഇതിനൊരു ഉത്തരം കണ്ടെത്താനായിട്ട് ഇവർക്ക് ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ്. ഏതായാലും പ്രതിഷേധം നടക്കുകയാണ്. അകത്ത് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. ആ പ്രതിഷേധത്തിലേക്ക് വീണ്ടും അങ്ങോട്ട് തന്നെ നമുക്ക് പോകാം. അകത്ത് വീണ്ടും പ്രതിഷേധം രൂക്ഷമാകുന്നു. അകത്ത് നടക്കുന്ന പ്രതിഷേധത്തിൽ വീണ്ടും പ്രവർത്തകർ അകത്തേക്ക് കയറിക്കൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ പോലീസ് ഉണ്ട്. വീണ്ടും പ്രവർത്തകർ അകത്തേക്ക് തള്ളിക്കയറിയിരിക്കുന്നു. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന്റെ അകത്തേക്ക് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പുറത്ത് മത്സ്യമെറിഞ്ഞ പ്രതിഷേധം, അകത്ത് DCC പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വീണ്ടും പ്രതിഷേധം. അങ്ങനെ പ്രതിഷേധം അലയടിക്കുകയാണ് ഇവിടുത്തെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഓഫീസിന് മുന്നിൽ. ചോദ്യം ഒന്നേ ഉള്ളൂ, ഇന്നലെ പെരിയാറിൽ മത്സ്യങ്ങൾ ചത്തു ചീഞ്ഞ് പൊങ്ങിയ സംഭവത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ ആര്, അവർക്കെതിരെ എന്ത് നടപടിയെടുത്തു എന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇവിടെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പ്രദേശത്ത് നിന്ന് മീനുകൾ ഇങ്ങോട്ട് എത്തിച്ച് ഇനിയും ഓഫീസിലേക്ക് എറിയും. നേരത്തെ സംസാരിച്ച ഒരാൾ പറഞ്ഞത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചീഫ് എഞ്ചിനീയറുടെ വീട്ടിൽ കൊണ്ട് ഈ മീനുകൾ നിക്ഷേപിക്കുമെന്നുള്ളതാണ്. അങ്ങനെ അവരുടെ ജീവിതോപാധിയും അവരുടെ ജീവിതവും ഒക്കെ തകർത്ത വിഷയത്തിൽ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടാണ് മത്സ്യത്തൊഴിലാളികൾക്കും പൊതുപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അലയടിക്കുന്നത്. അതിന്റെ പ്രതിഷേധമാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഓഫീസിന് മുന്നിലും പുറത്തും അകത്തുമെല്ലാം ഒരുപോലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പേർ ഈ പ്രതിഷേധ വിവരം അറിഞ്ഞ് ഇങ്ങോട്ട് എത്തുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് വിനീത VG കൂടെ ചേരുകയാണ്. വിനീത, അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരം എന്താണ്? ക്രിസ്ത്യന, പ്രതിഷേധം ഇവിടെ കൂടുതൽ ശക്തമാവുകയാണ്. ഇന്നലെ ചത്തു പൊങ്ങിയ മീനുകൾ അത് ഈ PCB ഓഫീസിനുള്ളിലേക്ക് എറിഞ്ഞുകൊണ്ട് ഉൾപ്പെടെ പ്രതിഷേധം ശക്തമാക്കുകയാണ് അവർ. പ്രധാനമായും നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനം വേണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ മത്സ്യത്തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇവിടെ വന്ന് കംപ്ലൈന്റുകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ GCയുടെ ഇവിടെ വന്ന് പ്രസിഡന്റ് ചെയർമാൻ വന്ന് എന്ത് നടന്ന് ഇത് പ്രതിഷേധം ഇവരെത്തിച്ചാണ്, ഈ ഭരണ സംവിധാനം എത്തിച്ചാണ്. ഇത് സമാധാന മറുപടി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയും ജനരോഷം ഉണ്ടാക്കാൻ കാരണം ഈ ഭരണ സംവിധാനമാണ്. ഇവിടുത്തെ MLA എവിടെ, മന്ത്രി എവിടെ? പിന്നെ ഇനി ഒരു തലമുറക്ക് ഇത് ബാധിക്കുന്ന വിഷയമല്ലേ? ഇനി കുട്ടികൾക്ക് ഒരുപാട്
1 വർഷം കഴിയാതെ ഇനി ഈ പെരിയാറിലേക്ക് മത്സ്യം കയറൂല. അത്രക്കും നാശനഷ്ടമാണ് സംഭവിച്ചേക്കണത്. എണ്ടെന്നാണ്, അതെ ഉണ്ട്. ഇനി ഒരു ഇത് വരാണ്ട് ഇത് നടക്കില്ല, ഇത് നടക്കാതെ പോകുന്നുണ്ട് പ്രവർത്തനരഹിതമായിട്ട്. അതെ, ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നമ്മൾ പ്രശ്നം നഷ്ടപ്പെട്ടേക്കണത്? ഇതിന്റെ നഷ്ടപരിഹാരം കിട്ടണം. ഇനി മേലാൽ ഇതിന് ഒരു മുന്നറിയിപ്പില്ലാതെ ഈ വെള്ളം വിടരുത്. അതായത് ഈ പാതാളം ബണ്ട് തുറന്നതിന്റെയാണ്, ചീപ്പ് അമിതമായിട്ട് ചീപ്പ് പൊക്കിയതിന്റെയാണ് ഈ വെള്ളം വന്നാണ്. ഒരു ചർച്ചയ്ക്ക് പോലും ഉദ്യോഗസ്ഥർ തയ്യാറാകാത്ത സാഹചര്യമാണ്. ഇല്ല, ഒരു ചർച്ചക്കും തയ്യാറായിട്ടില്ല. ഇപ്പൊ തന്നെ ചെയർമാൻ വന്ന് നിങ്ങൾ കണ്ടതല്ലേ ചെയർമാൻ അവിടെ വന്നത് എന്താ നടന്നത്? കാറിൽ നിന്ന് പോലും ഇറങ്ങാൻ പറ്റില്ല ഈ മത്സ്യത്തിന്റെ മണം കൊണ്ട്, അല്ലേ? ഇവിടെ കിടന്ന മത്സ്യത്തിന്റെ മണങ്ങൾ ഇത്രയല്ലേ, അത്രയും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒന്ന് മനുഷ്യരുടെ ജീവിതം ഒന്ന് ആലോചിച്ച് നോക്കി. ആ പുഴയിൽ ജലാശയത്തിൽ കുളിക്കുന്നവരും അലക്കുന്നവരുടെയും ജലാശയത്തിൽ നമുക്ക് ദിവസമല്ല, ഒരു 5-6 മാസത്തേക്ക് നോക്കണ്ട. തീർച്ചയായും ക്രിസ്ത്യൻ അവർ സൂചിപ്പിച്ചതുപോലെ ഈ തൊഴിലാളികളുമായി ഒരു ചർച്ചയ്ക്ക് പോലും അധികൃതർ തയ്യാറാകുന്നില്ല ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർ ഈ ഘട്ടത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ നഷ്ടപരിഹാരം അത് ഉറപ്പായും നൽകേണ്ടതായിട്ടുണ്ട്. അക്കാര്യത്തിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നലെ ഏതാണ്ട് വലിയ നാശനഷ്ടമാണ് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുണ്ടായത്. കാരണം ഈ പെരിയാറിലൊക്കെ ഈ കൂട് മത്സ്യ കൃഷിയൊക്കെ നടത്തുന്ന മത്സ്യത്തൊഴിലാളികളുണ്ട്, സാധാരണക്കാരാണ് അവർ, മത്സ്യബന്ധനമൊക്കെ നടത്തി ജീവിക്കുന്നവർ. അത് അവരുടെ ഒരു ഉപജീവന മാർഗമാണ്. അതാണ് പോയത്, ഞങ്ങൾക്ക് നഷ്ടമായതെന്നാണ് അവർ പറയുന്നത്. ഈ കാര്യങ്ങളിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തും വരെയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇന്നലെ ആ പെരിയാറിന്റെ തീരത്തൊക്കെ ചത്തടിഞ്ഞ മത്സ്യങ്ങളെ അത് ഇവിടെ കൊണ്ടുവന്ന് ഈ PCB ഓഫീസിന് മുന്നിൽ അവരിങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമുണ്ട് ഇപ്പോഴും ഈ മേഖലകളിലൊക്കെ. അവർ പറയുന്നത് ഈ പെരിയാറിന്റെ തീരത്ത് ഇനി എത്ര കാലം ഞങ്ങൾക്ക്, എത്ര മാസം കഴിഞ്ഞാലാണ് ഞങ്ങൾക്ക് അവിടെ എത്തി വീണ്ടും ഈ മത്സ്യബന്ധനം നടത്താൻ കഴിയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എന്താണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും വരെയും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. അല്ലെ ചേച്ചി, പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഈ ഘട്ടത്തിൽ? ചർച്ചയ്ക്ക് പോലും ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നില്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾ ദ്വീപ് നിവാസികൾ ചർച്ചയ്ക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്, പ്രതിഷേധവുമായിട്ട്. അതായത് ഈ ജീവസന്ധാരണത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമാണ് ഞങ്ങളുടെ മത്സ്യകൃഷി. ഈ പാവപ്പെട്ട മത്സ്യകർഷകർ വളരെ അധ്വാനിച്ച് അതുപോലെ തന്നെ ലോണെല്ലാം എടുത്താണ് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ ഉപജീവന മാർഗമാണ്. ഞങ്ങളുടെ വാർഡിൽ ഏറ്റവും കൂടുതൽ കൂട് മത്സ്യകൃഷിയെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഈ പഞ്ചായത്തിൽ തന്നെ ഇപ്പോൾ എല്ലാവരും അതൊരു ഉപജീവന മാർഗമായിട്ട് ജീവിതത്തിലേക്ക് അവർക്കുള്ള ഒരു ഉപാധിയും കൂടിയായിട്ടാണ് ഇപ്പം മത്സ്യങ്ങളെ വളർത്തുന്നത്. ആ മത്സ്യങ്ങളാണിപ്പോൾ ചത്തുപൊങ്ങി വെക്കുന്നത്. അവരുടെ ആ ജീവിതം ഇനി കട്ടപ്പുകയിൽ തന്നെ ആയിട്ട് ഇരിക്കണേണ്. അവർക്കൊരു പരിഹാര മാർഗവും ഗവൺമെന്റ് ഭാഗത്തു നിന്നുള്ളതൊന്നും ഇപ്പോഴും അറിയാൻ പറ്റിയിട്ടില്ല. എല്ലാവരും ആശങ്കയിലാണ്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കൂടുതലും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം മത്സ്യബന്ധനമൊക്കെ ഉപജീവന മാർഗമാക്കി ഉപജീവന മാർഗം, കുടിവെള്ളം എല്ലാം അതെ. സമുദ്രത്തെയാണ് ഈ നശിപ്പിച്ചേക്കണത്. നാളെ ഇതുപോലെ മനുഷ്യകുരുതിയാണ് ഇവിടെ നടക്കാൻ പോണത്. പല പ്രാവശ്യവും ഇത് എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്, ഇവരെയും അറിയിച്ചിട്ടുണ്ട്. പക്ഷെ യാതൊരുവിധ നല്ല നടപടികളും ഇവരുടെ ഭാഗത്തുനിന്ന് ഈ വിഷയം ഉണ്ടായ ഏതെങ്കിലും ഭാഗത്ത് സാർ പോയിട്ടുണ്ടോ? എവിടെയെങ്കിലും പോയി തിരുവനന്തപുരത്തായിരുന്നു. എനിക്ക് ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്നലെ രാത്രി 12 മണിക്ക് ഞാൻ വീട്ടിലെത്തിയത്. MLA ഈ ചിക്കൻ വേസ്റ്റ് സംസ്കരിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് ഒരു 3-4 മാസമായിട്ട് ഈ അന്തരീക്ഷ മലിനീകരണമുണ്ട്, ഭയങ്കര സ്മെല്ലായിട്ട് കംപ്ലൈന്റ് വന്നത് ഈ കമ്പനിയുടെയാണ്. അല്ല, ആ 20 കമ്പനികളുടെ കാര്യം ഞാൻ പറയാം. ആ 20 കമ്പനികൾക്ക് മാർച്ച് 31 നമ്മളൊരു നോട്ടീസ് കൊടുത്തിരുന്നു. മാർച്ച് 31 ലാസ്റ്റ് ഡേറ്റ്. അതിനുശേഷം ശരി, വിശദാംശങ്ങൾ നൽകിയത് വിനീത വിജിയും ശ്യാംകുമാറുമാണ്. അതേപോലെ തന്നെ വീണ്ടും ഒരു ചർച്ച എന്ന വിശദാംശം കൂടി ശ്യാംകുമാർ പങ്കുവയ്ക്കുന്നുണ്ട്.